ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഈ വർഷം ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഫ് ഡൈഡ് ആയിട്ടുള്ള സെറ്റ് മുണ്ടുമാണ്. നമ്മുടെയൊക്കെ കയ്യിൽ പഴയ സെറ്റ് മുണ്ടും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഇതെൻ്റെ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന സെറ്റ് മുണ്ടുമാണ്. ഒരു 13 വർഷം പഴക്കമുള്ളതാണ്. ഇത് പിന്നീട് നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അത് ഇപ്രാവശ്യം ടൈ ഡൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹാഫ് ഡൈഡ് പർപ്പിൾ കളറാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ നമ്മളിങ്ങനെ നന്നായിട്ട് ഞൊറിഞ്ഞിട്ട് നമുക്ക് എവിടം വരെയാണോ ഡൈ ചെയ്യേണ്ടത് അവിടെ വരെ നമ്മൾ റബ്ബർ ബാൻഡ് ഇടും. റബ്ബർ ബാൻഡോ നമ്മൾ നൂല് വെച്ച് കെട്ടുമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് അത് നല്ല പച്ചവെള്ളത്തിൽ സോക്ക് ചെയ്തൊരു 15 മിനിറ്റ്സ് വയ്ക്കും. സോ ഇതിട്ടു. ഇത് മുണ്ടിൻ്റെയാണ്. അതുപോലെ തന്നെ ഈ സാരി പാട്ടിൻ്റെ നമ്മൾ ചെയ്യണം. ഇത് ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് സോക്കായി. നമ്മൾ യൂസ് ചെയ്യാൻ പോണേ റിച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പർപ്പിൾ വയലറ്റ് ഡൈ ആണ്. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇതൊരു ഹാഫ് ബോട്ടിലും അതിൻ്റെ കൂടെ 1 കപ്പ് സോൾട്ടും 1 കപ്പ് ഡിഷ് സോപ്പും യൂസ് ചെയ്യണം ഫോർ കോട്ടൺ ക്ലോത്ത്സ്. ഈ ബ്രാൻഡ് വെച്ചിട്ട് നമുക്ക് കോട്ടൺ, വൂള്, നൈലോൺ അങ്ങനെ പലതും ഡൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ചൂടുവെള്ളമാണ്. ഇപ്പോൾ തിളപ്പിച്ചുകൊണ്ട് വന്ന വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഡിഷ് സോപ്പ് ആഡ് ചെയ്തു, 1 സ്പൂൺ, ആൻഡ് സോൾട്ട് ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ സോൾട്ടൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന വരെ ഇളക്കി കൊടുക്കണം. സോ ഇനി നമ്മൾ ഡൈ തുറന്ന് യൂസ് ചെയ്യാൻ പോവാണ്. ഒരു ഹാഫ് ബോട്ടിൽ ഡൈ ഒഴിച്ചു. ഇനി നമ്മൾ ഇത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചേക്കണ തുണി ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് വെക്കുക. ബാക്കി നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് വയ്ക്കാം. സെയിം ഇതുപോലെ തന്നെ മുക്കാം. സോക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ വെക്കാവേ. This is after 15 minutes. Okay, we are taking this. Okay. So, നമ്മൾ ഇത് എടുക്കണം. We need to use a glove, but I don't have a glove. I couldn't find a glove. Take it off and add it to the water. ഒരു 3 or 4 ടൈംസ് നമ്മളിങ്ങനെ വാഷ് ചെയ്ത് എടുക്കണം.
ചെയ്ത സാരിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പിടിക്കാത്തതുണ്ട് കളറ്. അപ്പം നമ്മൾ ഒന്നും കൂടെ ഡൈ ചെയ്യുവാണ് ക്വിക്കായിട്ട്. ഇന്നിപ്പം ഡൈ ചെയ്യുമ്പം ചൂടുവെള്ളത്തിൽ അടുപ്പിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ക്വിക്കായിട്ട് ഡൈ ചെയ്തെടുക്കാം. അപ്പം ആവാത്ത സ്ഥലത്തായിക്കോളുമല്ലോ. അപ്പോൾ സന്തോഷേട്ടൻ്റെ ഷർട്ടും മുണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ഡൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ചൂടുവെള്ളത്തിൽ 1 കപ്പ് സോൾട്ടും 1 സ്പൂൺ ഡിഷ് സോപ്പും കളറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മുക്കിയെടുക്കുക. ചൂടുവെള്ളത്തിൽ അറ്റ് എ ടൈം നമ്മൾ ചെയ്യുമ്പോൾ, അടുപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ്സിൽ കൂടുതൽ വെക്കണ്ട. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഒരു 3, 4, 5 പ്രാവശ്യം നന്നായിട്ട് അലമ്പി പിഴിഞ്ഞ് എടുക്കുക. എടുത്തതിന് ശേഷം വെയിലത്ത് ഉണങ്ങാനിടുക.